സാവിത്രിക്കുട്ടി, ഉണ്ണിക്ക് 1 മാസമേ ഉള്ളൂ ലീവ്. പോകുന്നതിന് മുമ്പ് അവന്റെ വിവാഹം നടക്കും. ഈ വീട്ടിൽ വെച്ചല്ല, ഇത് നിന്റെ വീടാ. ഞാനും ഉണ്ണിയും പുഴക്കരയുള്ള പുത്തൻ വീട്ടിലേക്ക് മാറുന്നു. ഇത് ദുർമരണം നടന്ന വീടാ. ഇവിടെ മംഗളകർമ്മങ്ങൾ പാടില്ലാന്നുണ്ടാവും. ഉണ്ണിയേട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ. സൈക്കോളജിക്കൽ അനാലിസിസ് ഒക്കെ തെറ്റിയെന്ന് തോന്നിയാൽ എന്നെ വിളിക്കണം. ഞാൻ പ്രതീക്ഷിക്കും, കാത്തിരിക്കും. അതിന്റെ ആവശ്യമില്ല. ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, എന്താ ഇത്? നീ ഗുണം പിടിക്കാതെ പോട്ടെ. അത് കിടക്ക്. ബിജു, ആന്റി, ബിജു റൂമിലേക്ക് പോയിക്കോളൂ. വെറുതെ കിടന്ന് ബോറടിച്ചപ്പോ വരൂ. മോളെ, അമ്മ എങ്ങോട്ട് ചെല്ലും? ട്രീസേ, വാ. മോനെ, മോനെ,
എടാ. ഏ. എന്താ അച്ഛനും മോളും കൂടെ ചിരി? മോൾക്ക് വിശക്കുന്നുണ്ടോ? വാ മോളെ, കൈ മുഖം കഴുകിച്ചു മതി. കൈ രൂപ വല്ല ഇരിപ്പുണ്ടോ? എന്തിനാ? എത്ര വേണം? അമ്മയ്ക്കും മോക്ക് ഊണ് വാങ്ങി കൊടുക്കണം. എൻ്റെ കയ്യിലൊന്നുമില്ല. പോലീസുകാരോട് ഇതിനൊക്കെ എങ്ങനെയാ ചോദിക്കുന്നത്? നാണിയമ്മേ, ഡോക്ടർ റൂമിലുണ്ട്. ഇത് അരവിന്ദനാ. സാവിത്രി കുഞ്ഞ് പറഞ്ഞിട്ടാ. എല്ലാവർക്കും ഉണ്ട്, ട്രീസയ്ക്കും ഉണ്ട്. ഡോക്ടർ ഊണ് കഴിച്ചോ? ഇല്ല, വീട്ടിൽ വന്ന് കഴിച്ചോളാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുഞ്ഞ് ഊണ് കഴിക്കാൻ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പൊയ്ക്കോളൂ. വിശപ്പില്ലേ? ഇല്ല, നാണിയമ്മ പൊയ്ക്കോളൂ. ഉം. ഊണ് നന്നായിരുന്നോ? ആ. സാവിത്രി എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നു. ഇപ്പൊ ഇവർക്ക് വേണ്ടി ഞാൻ ഇതിനൊക്കെ എന്താ ഒരു പ്രത്യുപകാരം ചെയ്യാ? ഞാനല്പം പാർട്ടി വിരുദ്ധം പറയട്ടെ, ഒരു മൂരാച്ചി ചിന്ത. മരിച്ചു പുനർജന്മം കിട്ടുന്നതുവരെ ആത്മാവ് ഇവിടേക്ക് എങ്ങനെ അലയും? ഒരുപാട് ശക്തികളും കാണും. പിന്നെ എന്റെ ആത്മാവിന് ആർക്കെന്ത് സൗഭാഗ്യങ്ങളും നൽകാം. സാവിത്രിക്ക് എന്താ വേണ്ടത്? പ്രമോഷൻ, ഒരുപാട് കൈപുണ്യം. ആ, ഉണ്ണി വന്നല്ലോ. അപ്പോ ഒരുപാട് കുട്ടികൾ, ദീർഘസുമംഗലി യോഗം. ട്രീസയ്ക്ക് എന്താ വേണ്ടത്? നിനക്ക് നല്ലൊരു പയ്യൻ, അത് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അരവിന്ദേട്ടാ, അമ്മയ്ക്കൊരു കൊച്ചു വീട്, ഓടിട്ടത്, മോനെ, പട്ടിണിയില്ലാതെ കഴിയാനുള്ള സൗകര്യങ്ങള്. മോനെ, കുഞ്ഞലക്ഷ്മിക്ക് എന്താണ് ഈ വേണ്ടത്? എന്റെ മോക്ക് എന്താ വേണ്ടത്? അങ്ങ് ചെല്ലുമ്പോ അച്ഛന്റെ മോക്ക്, അച്ഛന്റെ പൊന്നുമോക്ക് എന്ത് കൊണ്ടുവരണം? മോനെ, മോനെ, എന്റെ പൊന്നു മോനെ. അമ്മേ, എനിക്ക് തൃപ്തിയായി കുഞ്ഞെ, സന്തോഷായി. നല്ല ജീവനോടെ ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ചെയ്ത തെറ്റിനൊക്കെ അവൻ ശിക്ഷ അനുഭവിച്ചു. ഒരുപാട് വേദന തിന്നത് എന്റെ മോൻ. ഇനി അവര് കൊല്ലാൻ കൊണ്ടുപോകുമ്പോ എന്റെ മോള് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് വേദനയില്ലാതെ അവനെ കൊല്ലണം. അമ്മേ, കൊല്ലാൻ വേണ്ടി മോൾ അവനെ വിട്ടുകൊടുക്കരുത്. നിന്റെ കൈകൊണ്ട് അവൻ മരിച്ച അവന് വേദനിക്കില്ല. അമ്മ എന്താണ് ഈ പറയുന്നത്? അവനെ കൊന്നു കളഞ്ഞേക്ക്. എനിക്കിനി അവനെ കാണണ്ട. എനിക്ക് തൃപ്തിയായി. എന്താ അമ്മേ ഇത്? നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അരവിന്ദന് വിഷമമാകും. അമ്മേ, ഇനി അരവിന്ദനെ വിഷമിപ്പിക്കരുത്. സന്തോഷത്തോടെ യാത്ര പറഞ്ഞിട്ട് വരൂ. എന്റെ വണ്ടിയിൽ തന്നെ അയക്കാം. മുഖം തുടച്ചിട്ട് പോവൂ. പോട്ടെ മോനെ. കൈക്കൂലിക്കും അഴിമതിക്കും എതിരെ പോരാടുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ അമ്മ ചെയ്ത പണി കണ്ടോ? ഇതിനു മുൻപൂടെ വന്നപ്പോൾ എനിക്ക് തന്ന കൈക്കൂലി. നേരാണോ അമ്മേ? അങ്ങനെ നല്ല പിള്ള ചമയൊന്നും വേണ്ട.
അന്ന് കൊണ്ടുവന്ന ഏത്തപ്പഴവും മാമ്പഴവും ഒരെണ്ണം പോലും എനിക്ക് തരാതെ എല്ലാം തിന്നു തീർത്തില്ലേ? പോട്ടെ മോനെ. എങ്ങോട്ടാ? അരവിന്ദനൊരു മരുന്നാ, ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു, പുറത്തുനിന്ന് വാങ്ങണം. താൻ വാർഡിലേക്ക് വെക്കോ. സാർ, ആ വേണു, 5-ാം വാർഡിലെ ജെയിംസിന്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തേക്കും. ഡോക്ടർ, ഇതൊരു ടോണിക് അല്ലേ? അതെ, ബി കോംപ്ലക്സാ, ഇവിടെ ഇല്ല. എന്തിനാ ഡോക്ടർ ഈ ടോണിക്കും കരിങ്കലും രസായനവും ഒക്കെ? അയാളെ എന്താ ഗുസ്തി കൊണ്ടാൻ പോകുന്നു? ഒറ്റ നോട്ടത്തിന് അരവിന്ദന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ടും അയാളെ ഡിസ്ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എങ്ങനെയെങ്കിലും അയാളെ കൊലമരം വരെ ഒന്ന് എത്തിച്ചാൽ എനിക്ക് ശ്വാസം നേരെ വീഴും. അത് നിങ്ങളുടെ കാര്യം. അയാൾ എന്റെ പേഷ്യന്റ് ആണ്. എനിക്ക് ഓക്കെ എന്ന് തോന്നാതെ ഞാൻ റിലീസ് ചെയ്യില്ല. ഡോക്ടർക്ക് മനസ്സിലാകില്ല എന്റെ ടെൻഷൻ. ഏത് സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശീലനം ലഭിച്ച ഒരു വിപ്ലവകാരിയാണ് അയാൾ. കട്ടിൽ കിടന്നപ്പോൾ എന്തുമാവട്ടെ, ഇന്ന് അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ്. 4 പോലീസുകാരെയും വെച്ച് അയാളെ ഇവിടെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഇത്ര ധൃതി അയാളെ തൂക്കിക്കൊല്ലാൻ? ഒരു ശവത്തിന് തുല്യം കുത്തിക്കേറി ഇവിടെ കൊണ്ടുവന്ന ആ മനുഷ്യനെ ഈ തരത്തിലാക്കിയത് ഞാനാ. താൻ രക്ഷപ്പെടുത്തിയ ഒരു രോഗിയെ കൊല്ലാൻ വിട്ടുതരണമെന്ന് പറഞ്ഞാൽ ഏത് ഡോക്ടറിന്റെ മനസ്സ് വേദനിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അയാളോട് പേഴ്സണൽ വിരോധമൊന്നും ഇല്ലല്ലോ. എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ മനസ്സ് വേദനിക്കുന്നു. എനിക്ക് വേണ്ടി എന്തിനാ സാവിത്രി വഴക്കും ബഹളമൊക്കെ? ഇന്നല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്യേണ്ടി വരും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ. ഈ കാത്തിരിപ്പ് ദുസ്സഹമാണ്. തൂക്കുമരം വരെ ചെന്നെത്താനുള്ള ആരോഗ്യം എനിക്കുണ്ട്. എന്നെ വിട്ടുകൊടുത്തേക്കൂ. ഇല്ല ഇല്ല, ഒരു തൂക്കുമരത്തിന് നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല. ഒരാരാച്ചാർക്കും കൊല്ലാൻ ഞാൻ അരവിന്ദനെ വിട്ടുകൊടുക്കില്ല. ആർക്കും കൊല്ലാൻ വേണ്ടിയല്ല ഞാൻ അയാളെ രക്ഷപ്പെടുത്തിയത്. ഞാനിത് സമ്മതിക്കില്ല. കൊച്ചമ്മേ, അരവിന്ദൻ പറഞ്ഞത് ശരിയാ. ഇന്നല്ലെങ്കിൽ നാളെ അയാളെ വിട്ടുകൊടുക്കേണ്ടി വരും. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ചിലപ്പോ വൈകിപ്പോവും. എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ? എന്തും എങ്ങനെയും. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാവില്ല. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടാവണം. എന്തിനും. രക്ഷപ്പെടാനോ? എങ്ങനെ? അല്ലെങ്കിൽ തന്നെ എന്തിന്? എനിക്കിനി അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല പ്രകാശ്. എൻ്റെ അമ്മയെ കണ്ടു, മോള് കുഞ്ഞലക്ഷ്മിയെ കണ്ടു. പിന്നെ പ്രസ്ഥാനത്തിന് എന്നെ വേണ്ട. ജനങ്ങൾക്ക് പ്രസ്ഥാനത്തെയും വേണ്ട, നേതാക്കന്മാർക്കും വേണ്ട. എനിക്ക് പിന്നെ എവിടെയാ ഒരു പ്രസക്തി? ജീവിക്കണം, പക്ഷേ അതിനുവേണ്ടി ഇനിയും ഒരു സമരം കൂടി ചെയ്യാനുള്ള മനക്കരുത്ത് എനിക്കില്ല, ധൈര്യമില്ല. മതി മതി. സാവിത്രി, മരണത്തിന് കയ്യെത്തിപ്പിടിക്കാവുന്നത്ര ദൂരത്ത് നിൽക്കുന്നവന് ആശ കൊടുക്കരുത്. എന്നെ രക്ഷിക്കാൻ സാവിത്രിക്കാവില്ല. രക്ഷപ്പെട്ടാലും എനിക്കൊന്നും ചെയ്യാനുമില്ല. അവിടുത്തെ കണക്കിൽ എൻ്റെ പേര് എന്നേ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. സാവിത്രി അതിനെ തിരുത്താൻ നിൽക്കണ്ട. നിങ്ങളെ ഒരു തൂക്കുമരത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല. രക്ഷപ്പെടണം. രക്ഷപ്പെട്ടാൽ പിന്നെ ഒരിക്കലും എന്റെ മുന്നിൽ വരരുത്. പിടിക്കപ്പെട്ടാലും ഞാൻ അറിയരുത്. ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിങ്ങൾ ജീവിച്ചിരിക്കണം.